സാറ ടീച്ചറും അതുപോലെ തന്നെ മിനി ടീച്ചറും ഏറെക്കുറെ കേരളത്തിലെ ഫെമിനിസത്തിന്റെ പ്രാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം 1975 UN എന്താ പറയാ 75 UN എന്താണ് വിമൻസ് ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുകയും ഇതേ സമയത്തൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില് ഏറെക്കുറെ മഹിളാ സമാജങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു തീരദേശങ്ങളിലുള്ള സാധാരണയായിട്ടുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കേരള എന്താ പറയാ ഇവൻ VP സുഹറയെ പോലെയുള്ള ആളുകളൊക്കെ ഈ മഹിളാ സമാജവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവര് പ്രവർത്തനങ്ങളിലേക്ക് 1970-കളിൽ വരുന്നത്. പിന്നീട് അവരവരുടേതായിട്ടുള്ള പ്രോഗ്രസീവ് വിമൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ആരംഭിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സിന് വേണ്ടിയിട്ട് അവര് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്നും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു എന്താ പറയാ ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ടും അറിയാൻ പറ്റിയിട്ടില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സാർവത്രികമായിട്ട് ഉള്ള അവകാശവാദങ്ങളിൽ നമുക്ക് പലപ്പോഴും ഇവിടെ മിസ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ദളിത് സ്ത്രീകളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ അധികം ഒന്നും ഉണ്ടായിട്ടില്ല. 1980-കളിലാണ് ദളിത് സ്ത്രീകളെ പറ്റിയിട്ട് സ്ത്രീകള് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. കോട്ടയത്ത് കുറിച്ചിയിലാണ് വരുന്നത്. പിന്നീട് 2000-കളില് എന്താ പഞ്ചമി വിമൻസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന വരികയും ദളിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുകയും എന്താണ് ചർച്ച ചെയ്യുകയും പിന്നീട് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ലാൻഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ചെങ്ങറ സമരത്തിന്റെ ഭാഗമൊക്കെ ആവുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാനിത് പറയാൻ പോകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള മോഡേണിറ്റിയെ പറ്റി പറയാണ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റി പറയാണ്. നമ്മൾ പറയാണ് ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളും സ്ത്രീ ജനത എല്ലാ തരത്തിലും ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിച്ചു എന്ന ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇത് എത്രത്തോളം പൊള്ളയാണ് എന്നതുകൂടി നമ്മൾ ഈ ഫെമിനിസത്തെ പറ്റി, കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെയുള്ള ദളിത് സ്ത്രീകളെ കൂടെ നിർത്താൻ പറ്റിയില്ല? എന്തുകൊണ്ട് എന്താ പറയാ സുഹറയെ പോലെയുള്ള ആളുകൾ പാതി വഴിയിൽ ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വ്യതിരക്തമായിട്ടുള്ള അവരുടെ സംഘടന രൂപീകരിച്ചു? അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ സേവ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയാ സംഘടന സ്ഥാപിതമായിട്ടുണ്ട്. തീരദേശ മഹിളാ വേദി എന്ന് പറയുന്നിട്ടുള്ള സംഘടന സ്ഥാപിതമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലബാറിലേക്ക് നോർത്ത് കേരളയിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും മാറിയാണ്. നമുക്ക് തീരദേശ സ്ത്രീകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയുന്നില്ല. ഇവിടെ റീസെന്റ്ലിയാണ് വിജി പെൺകൂട്ടിന്റെ നേതൃത്വത്തിലുള്ള സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നത്. പിന്നീട് നമ്മൾ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെമ്പിള്ളை ഒരുമേന്ന മലമേഖലകളിൽ താമസിക്കുന്ന എസ്പെഷ്യലി തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ അവര് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ ഇതില് എന്താ പറയാ ടീച്ചറിന്റെ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൂടി ടീച്ചർ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ സിനിമ വർക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു ഏരിയ തന്നെയാണ്. എന്തായാലും അധ്വാനിക്കുന്ന മേഖലകളിലെ സ്ത്രീകൾ നേരിടുന്ന സിനിമയിലെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ 2000-കളിൽ ആരംഭിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എസ്പെഷ്യലി വെൻ വി ടോക്ക് അബൌട്ട് അധികൃതരായിട്ടുള്ള തീരദേശം, അപ്പം കേരളത്തിന്റെ നോർത്തേൺ പാർട്ടിലുള്ള തീരദേശ പ്രദേശങ്ങളിലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ടീച്ചറോട് വേണമെങ്കിൽ എൻ്റെ ഒരു ഫീൽഡ് വർക്കിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. നമ്മൾ കേരള മോഡേണിറ്റി മറ്റതെല്ലാം പറയുമ്പോഴും അവിടെ ഇപ്പോഴും ഉള്ള സ്കൂളുകൾ എന്ന് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിഷറി സ്കൂളുകളാണ്. അത് 4 വരെയുള്ള സ്കൂളുകളൊക്കെയാണ് പല ഭാഗങ്ങളിലും ഉണ്ടാവുന്നത്. അവിടെ ആ സ്കൂളുകളിലാണ് ഇവർ പഠിക്കുന്നത്. അപ്പം പല തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല, കുടിവെള്ളത്തിന്റെ അഭാവങ്ങളുണ്ട്,
ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ അഭാവങ്ങളുണ്ട്. ഇത്തരം അഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ദളിത് സ്ത്രീകളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോഴും മായ പ്രമോദിനെ പോലെയുള്ള ആളുകൾ അവര് ഈ 3 സെന്റിലെ ജീവിതങ്ങളെ പറ്റി പറയുന്നുണ്ട്. കുറച്ച് സ്ഥലം കൊടുത്ത് അവർ ഒതുക്കുക. അതുപോലെ തന്നെ ആദിവാസി സ്ത്രീകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ആദിവാസികളാണെങ്കിലും അതുപോലെ തന്നെ തീരദേശ പ്രദേശങ്ങളിലെ സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ ദളിത് സ്ത്രീകളാണെങ്കിലും അവരെയൊക്കെ നമുക്ക് അവരുടെ ലാൻഡിൽ നിന്നും അന്യവൽക്കരിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഈ അടുത്തായിട്ട് എസ്പെഷ്യലി 2000-ന് ശേഷമുള്ള സമരങ്ങളിൽ പലപ്പോഴായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അത് ഈ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ട് ടീച്ചർ കൂട്ടി ചേർക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാർവത്രികമായിട്ടുള്ള അവകാശങ്ങൾക്ക് അപ്പുറത്ത് ആണ് ദളിത്, ആദിവാസി, മുസ്ലിം സ്ത്രീകളെ പലപ്പോഴും നമ്മൾ കാണേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരാണ്. കാരണം നമ്മൾ സാർവത്രികമായിട്ടുള്ള ഇക്വാലിറ്റി, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ പറയുന്ന സമയത്ത് തന്നെ അവർക്ക് എന്താ പറയാ, അവർക്ക് നേരിടേണ്ടത് പലതരത്തിലുള്ള ജാതീയവും, ഇപ്പം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, അതുകൂടാതെ ഹിന്ദു ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് മുസ്ലിം സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. ദളിത് സ്ത്രീകൾക്കാണ് ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ഈ പേപ്പറിന്റെ ഭാഗമായിട്ട് എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഈ റീസെന്റ് ആണെങ്കിൽ ഒരുപാട് ദളിത് റൈറ്റേഴ്സും മറ്റും ഈയിടെയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും ചിതറിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അറിയാം 1990-കളിലാണ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പലതും എന്താ പറയാ NGO വൽക്കരണത്തിന്റെ ഭാഗമായിട്ട് NGOization നടത്തപ്പെടുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ NGOകളിൽ നിന്നും വന്നിട്ട് പ്രവർത്തിക്കാനുള്ള വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെയുള്ള പല റേപ്പ് കേസുകൾക്കും ഏർപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ പോലും ഇപ്പോഴും എന്താ പറയാ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീധന കൊലപാതകങ്ങളും റേപ്പും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ കുറച്ചുകൂടിയും വളരെ വൈഡായിട്ട് ഉള്ള അവകാശങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ തന്നെ സ്ട്രക്ചറിനെ, ഘടനയെ തന്നെ മാറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ ആലോചിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ ഇതിൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു സാധനമാണ് റീസെന്റ് ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ നടന്നിട്ടുള്ള പെൺകുട്ടികളുടെ സമരങ്ങൾ. അതായത് നിശ്ചിത സമയത്തിനെതിരെയായിട്ട് ഇപ്പൊ പിഞ്ച തോട് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായതുപോലെ തന്നെ കേരളത്തിലും അത്തരം മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് പറയാനുള്ള ഒരു സാധനമാണ് മീ ടു മൂവ്മെന്റ് എന്നുള്ള ഒരു മീ ടു മൂവ്മെന്റിൽ ഇവിടെയുള്ള ദളിത് സ്ത്രീകളൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ള വേറൊരു കാര്യമാണ് ഈ ഏറ്റവും നമ്മൾ മതം എന്നുള്ളൊരു സാധനം പലപ്പോഴും നമ്മൾ ഷബാൻ കേസും മറ്റും വന്നപ്പോഴും മുസ്ലിം സ്ത്രീയുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ ശബരിമല ഇഷ്യൂ വന്നതോടുകൂടി അത് ഏറെക്കുറെ അതേ പറ്റിയിട്ടുള്ള സംവാദങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആ സമയത്താണ് നമുക്ക് ഖരാജിനെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് ദളിത് സ്ത്രീകള് അപ്പർ കാസ്റ്റ് സവർണ സ്ത്രീകളുടെ പിന്നെ ആർത്തവരക്തം കലർന്ന തുണികൾ കഴുകിയിരുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൃദുല ദേവി ശശിധരനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട് നമ്മള് മതങ്ങളെക്കാട്ടും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്കാണ്, അതിന്റെ മൂല്യം. അപ്പം നമുക്കറിയാം ഒരുപാട് ദളിത് സ്ത്രീ ശബ്ദങ്ങള് ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തില് പൊതുമണ്ഡലങ്ങളിൽ വരികയും അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതുവരെയും കേരളത്തിലെ ആദ്യകാല ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യാത്ത പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു.